Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാത്തോടിൻ ബോംബ് സ്ഫോടനം. ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കൈവേലിക്കൽ സ്വദേശി ഷെറിൻ. 3 പേർക്ക് ഗുരുതര പരിക്ക്. പരിശുദ്ധ റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കാത്ത് വിശ്വാസികൾ. റംദാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി എത്തിയത് നിരവധി വിശ്വാസികൾ. കടുത്ത വേനലിൽ പക്ഷികൾക്ക് ജീവജലം നൽകി പോലീസ്. പക്ഷികൾക്ക് തണ്ണീർക്കുടമൊരുക്കിയത് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിൽ. 5 പോലീസ് സ്റ്റേഷനിലും പദ്ധതി നടപ്പിലാക്കും. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. ചെറുവച്ചേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ പ്രവൃത്തി ആരംഭിച്ചു. 2 ആഴ്ചക്കകം പ്രവൃത്തി പൂർത്തിയാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാത്തോടിൽ ബോംബ് സ്ഫോടനം. ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു. കോഴിക്കോട് ആശുപത്രിയിലായിരുന്ന കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത്. വിനീഷ് എന്നയാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മുളിയാന്തോട് മരമിലിന് സമീപത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെ ഉഗ്രസ്ഫോടനമുണ്ടായത്. 4 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. പുത്തൂരിലെ കാട്ടിന്റെ വിട ഷെറിനാണ് മരിച്ചത്. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൂടെയുണ്ടായിരുന്ന വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഇദ്ദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റവരെ നാട്ടുകാരാണ് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. കൂടെയുണ്ടായിരുന്ന വിനോദ്, അശ്വന്ത് എന്നിവരും പരിക്കേറ്റ് ചികിത്സയിലാണ്. വിനോദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അശ്വന്ത് പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസിന്റെ നിഗമനം. മരിച്ച ഷെറിനും പരിക്കേറ്റ മറ്റു 3 പേരും CPM പ്രവർത്തകരാണ്. സംഭവ സമയം സ്ഥലത്ത് 10ഓളം പേർ ഉണ്ടായിരുന്നതായാണ് സൂചന. പാനൂർ CI പ്രേംസദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പരിശുദ്ധ റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കാത്ത് വിശ്വാസികൾ. റംദാനിലെ അവസാന വെള്ളിയാഴ്ച നിരവധി വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിനായി എത്തിച്ചേർന്നത്. റമദാൻ അവസാന 10ലെത്തിയതോടെ കൂടുതൽ പ്രാർത്ഥനകളിലും സത്കർമ്മങ്ങളിലും മുഴുകുകയാണ് വിശ്വാസികൾ. റമദാനിലെ ഏറ്റവും വിലപ്പെട്ട ദിനങ്ങളായാണ് അവസാന 10 ദിനങ്ങളെ കാണുന്നത്. റമദാനിലെ ആദ്യ 10 അനുഗ്രഹത്തിൻ്റെയും 2ാം 10 പാപമോചനത്തിൻ്റെയും അവസാന 10 നരകമോചനത്തിനുമായുള്ളതാണെന്നാണ് വിശ്വാസം. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളുമായി റമദാനിലെ അവസാന നാളുകളിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ അവസാന 10ലാവാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സത്യവിശ്വാസികളെ, ഇന്ന് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച. ഖത്തീബുമാർ മിമ്പറിൽ നിന്ന് റമദാനിനോട് സലാം പറഞ്ഞ ദിവസം. ഇനിയുള്ള രാവുകൾ നമുക്ക് നിർണായകമാണ്. റമദാനിനെ നല്ലപോലെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കണം. അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രിയപ്പെട്ട മഹത്വമേറിയ രാവുകളാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. ഇനിയുള്ള നാളുകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിലും സഹായ വിതരണങ്ങളിലും വിശ്വാസികൾ കൂടുതൽ സജീവമാകും. വിശ്വാസികളുടെ രാത്രികൾ പ്രാർത്ഥനാമുഖരിതമാകും. പുണ്യ റമദാനിലെ അവസാന വെള്ളിയിൽ നിരവധിയായ വിശ്വാസികളാണ് ജുമാ നമസ്കാരത്തിനായി പള്ളികളിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചുട്ടുപൊള്ളുന്ന വേനലിൽ പക്ഷികൾക്ക് ജീവജലം നൽകി പോലീസ് സേന. പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിലാണ് പക്ഷികൾക്ക് തണ്ണീർക്കുടമൊരുക്കിയത്. വേനൽ ചൂടിൽ ചെറുജലാശയങ്ങളും മറ്റും വറ്റിവരേണ്ട സാഹചര്യത്തിലാണ് മാതൃകാ പ്രവർത്തനവുമായി പോലീസ് രംഗത്തെത്തിയത്. തെളിനീർ തേടി വലയുന്ന പക്ഷികൾക്കും അണ്ണാരക്കണ്ണൻ പോലുള്ള ചെറുജീവികൾക്കും കുടിവെള്ളം ഉറപ്പുവരുത്തുന്ന തണ്ണീർക്കുടം പദ്ധതിയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി ഓഫീസിന് കീഴിലെ പയ്യന്നൂർ, പെരിങ്ങോം, ചെറുപുഴ, പഴയങ്ങാടി, പരിയാരം സ്റ്റേഷനുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം പയ്യന്നൂരിൽ ആരംഭിച്ചു. പക്ഷികൾക്കും ചെറുജീവികൾക്കും ദാഹജലം ലഭ്യമാക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കടമയാണെന്നും സമൂഹത്തിനുള്ള സന്ദേശം എന്ന നിലയിലാണ് പോലീസ് മാതൃകാ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഡിവൈഎസ്പി എ ഉമേഷ് പറഞ്ഞു. കിളികൾക്കും പക്ഷികൾക്കുമൊക്കെ ജലം കൊടുക്കുന്നതിനുള്ളൊരു പദ്ധതി കൂടി നമ്മളിവിടെ ആവിഷ്കരിക്കുകയാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ടൗണിലെ പ്രധാന ഭാഗങ്ങളിലുമൊക്കെ മൺചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന രീതിയിലേക്കൊരു സംവിധാനം നമ്മൾ ചെയ്യുകയാണ്. പ്രധാന കാര്യം, നമ്മൾ പലപ്പോഴും വെക്കാറുണ്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വെക്കാറുണ്ട്. അത് ശരിക്കും കേടാണ്. ഈ വെയിലത്ത് പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം കുടിക്കുന്നത് നമുക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലേക്കാവും അവർക്ക്. അതേപോലെ ചിലപ്പോൾ നമ്മൾ ഗ്ലാസ്സുകളിൽ വെക്കാറുണ്ട്. ഗ്ലാസ്സുകളിൽ വെള്ളം വെച്ചാൽ കുഴപ്പം, ഗ്ലാസ്സിൽ സ്റ്റീൽ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലേസിങ് അടിച്ചിട്ട് ആ കിളികൾക്ക് വന്ന് കുടിക്കാനുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ അതിന് മൺചട്ടിയിൽ നമ്മൾ വെള്ളം വെക്കുന്നു. ഇത് ഈ സബ് ഡിവിഷനിലെ 5 പോലീസ് സ്റ്റേഷനിലും ഞങ്ങളിത് നടപ്പിലാക്കുകയാണ്. അത് തുടക്കം എന്ന രീതിയിൽ നമ്മുടെ പയ്യന്നൂരിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. വിവിധ സ്ഥലങ്ങളിലായി 30ഓളം മൺചട്ടികളാണ് തണ്ണീർക്കുടം പദ്ധതിക്കായി ഉപയോഗിക്കുന്നത്. പയ്യന്നൂരിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ, ഗാന്ധി സ്മൃതി മ്യൂസിയം, ഗാന്ധി പാർക്ക്, കണ്ടോത്ത് പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് തണ്ണീർക്കുടം സ്ഥാപിച്ചത്. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അധികൃതർ എന്നിവരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിവൈഎസ്പിയെ കൂടാതെ പയ്യന്നൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജീവൻ ജോർജ്, കൺട്രോൾ റൂം SHO ജയൻ, SI രഞ്ജിത്ത്, SIമാരായ കെ സത്യൻ, അനിൽകുമാർ, രാജിത്ത്, പ്രകാശൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിക്കു വേണ്ടി സൂക്ഷിച്ച ഇരുമ്പ് സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വയോധികൻ പിടിയിലായി. അവങ്ങൂംപൊയിലിലെ കൃഷ്ണനാണ് പെരിയാരം പോലീസിന്റെ പിടിയിലായത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി സൂക്ഷിച്ച ഇരുമ്പ് സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വയോധികൻ പോലീസിന്റെ പിടിയിലായത്. അവങ്ങുംപൊയിലിലെ കൃഷ്ണനാണ് പരിയാരം പോലീസിന്റെ പിടിയിലായത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്ത മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്ഥലത്ത് സൂക്ഷിച്ച സാധനങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സാധനം കടത്താൻ ശ്രമിക്കുമ്പോഴാണ് കൃഷ്ണൻ പിടിയിലായത്. പരിയാരം SI അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നെറ്റ്വർക്ക് ന്യൂസ് ഇമ്പാക്ട്. ചെറുവിച്ചേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ പ്രവൃത്തി തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയത്. ചെറുവിച്ചേരി റോഡ് മുതൽ കണ്ടോന്താർ കള്ളുഷാപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ ജലജീവൻ മിഷൻ കുടിവെള്ള കണക്ഷനുകൾ നൽകാനായി 2 മാസങ്ങൾക്ക് മുൻപാണ് കുഴിയെടുത്തത്. പൈപ്പിട്ടിട്ടും കുഴി പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വാഹനങ്ങളെ അപകടക്കെണിയിലാക്കുകയും സമീപത്തെ വീടുകളെയും കച്ചവട സ്ഥാപനങ്ങളെയും പൊടിയിൽ മൂടിയും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്തിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ PWD റോഡ് നന്നാക്കുവാനുള്ള പ്രവൃത്തി തുടങ്ങി. റോഡിന്റെ അരികിലെ കല്ലുകളും മൺകൂനകളും നീക്കി കോൺക്രീറ്റ് ചെയ്ത് ടാറിംഗ് നടത്തുമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കാണുവാൻ മകൻ ചാണ്ടി ഉമ്മനെത്തി. എരമം പുല്ലുപാറയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശില്പം നിർമ്മിച്ച ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ വീട്ടിലാണ് ചാണ്ടി ഉമ്മനെത്തിയത്. എരമം പുല്ലുപാറയിലെ ശില്പി രാജേന്ദ്രൻ എരമം നിർമ്മിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കാണുവാൻ മകൻ ചാണ്ടി ഉമ്മൻ MLA എത്തി. ശില്പി രാജേന്ദ്രൻ എരമത്തിന്റെ എരമം പുല്ലുപാറയിലെ വീട്ടിലെത്തിയാണ് ചാണ്ടി ഉമ്മൻ പിതാവിന്റെ ശില്പം കണ്ടത്. വ്യാഴാഴ്ച രാത്രിയാണ് ഇദ്ദേഹം എത്തിയത്. തന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ശില്പി രാജേന്ദ്രൻ എരമത്തെ ചാണ്ടി ഉമ്മൻ ആലിംഗനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പ്രതിമ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയാണ് യാത്ര പറഞ്ഞത്. 3.5 അടി ഉയരമുള്ള ശില്പമാണ് നിർമ്മിച്ചത്. ചാണ്ടി ഉമ്മന്റെ കൂടെ സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ എരമം, നേതാക്കളായ M ഉമ്മർ, സാജിദ് മൗവൽ, NV ശ്രീനിവാസൻ, ശ്രീധരൻ ആലന്തട്ട എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ.
അധിനിവേശ ശക്തികളെ തുരത്തി സ്വാതന്ത്ര്യം നേടിയപ്പോൾ തൊട്ട് തെരഞ്ഞെടുപ്പുകളാണ് രാജ്യത്തെ ഇപ്പോഴും ഇതുപോലെ നിലനിർത്തുന്നത്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അനുഭവവും ഓർമ്മകളും നെഞ്ചേറ്റുന്ന പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾക്കുമുണ്ട് പഴയകാല തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ VP അപ്പുക്കുട്ട പൊതുവാൾക്ക് തിരഞ്ഞെടുപ്പ് കാല ഓർമ്മകൾ ഏറെയുണ്ട് പങ്കുവയ്ക്കാൻ. ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തുമ്പോൾ പഴയകാല തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോഴത്തെ മലബാർ പ്രദേശം. ആദ്യം നടന്ന ആ തിരഞ്ഞെടുപ്പ് കാലം അപ്പുക്കുട്ട പൊതുവാൾ ഇന്നും ഓർക്കുന്നുണ്ട്. കംപ്ലീറ്റ് മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്, മദ്രാസ് പ്രൊവിൻസ്. ആന്ധ്ര, തമിഴ്നാട്, മലബാർ, പിന്നെ സൗത്ത് കാനറ, മംഗലാപുരം, പിന്നെ കുന്താപുരം വരെ എല്ലാം മദ്രാസ് പ്രൊവിൻസായിരുന്നു. അപ്പം അങ്ങനെ അതിൽ ഇതൊരു തിരഞ്ഞെടുപ്പാണ് ആദ്യമായിട്ട് നടന്നത്. ഞാൻ എൻ്റെ അറിവിൽ ഈ പറയുന്ന 45-46 അതിലിങ്ങനെ പെട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ചിഹ്നങ്ങൾ വന്നു. പിന്നെ മുഖം വെച്ച കാള കോൺഗ്രസ്സിന്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക ചിഹ്നം, ലീഗിന് ഏണി, മുസ്ലിം ലീഗിന്, ഇത് എൻ്റെ ഓർമ്മയിൽ. പിന്നെ പല പാർട്ടിക്കും പല ചിഹ്നങ്ങളാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നം മുഖം വെച്ച കാളയായിരുന്നു അന്ന്. അരിവാൾ ചുറ്റികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. മുസ്ലിം ലീഗിന് അന്നും ഏണി തന്നെയായിരുന്നു ചിഹ്നം. നീളമുള്ള കോളാമ്പി മൈക്കെടുത്ത് വിളിച്ചു പറഞ്ഞാണ് അന്നത്തെ പ്രധാന പ്രചാരണം എന്നും അപ്പുക്കുട്ട പൊതുവാൾ ഓർക്കുന്നു. പ്രചരണം ഇങ്ങനെ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്ത്, മൈക്കിന് പകരം ഒരു കോളാമ്പി പോലെ ഒരു സാധനമുണ്ട്, അത് വെച്ച് ഒച്ചത്തിൽ രാത്രി സമയങ്ങളിലൊക്കെ വിളിച്ചു പറയും. പിന്നെ അന്ന് മറ്റ് ഇതൊന്നും വന്നിട്ടില്ല. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇന്ന ആൾക്ക് പിന്നെ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക ഉറക്കെ വിളിച്ചു പറയും. ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹം മറന്നില്ല. നമ്മുടെ പിന്നെ ഒരു വിലപ്പെട്ട അവകാശമാണ് ആ വോട്ടർ എന്ന സ്ഥാനം. അത് നമ്മൾ സ്വയം തീരുമാനിച്ച്, അപ്പോൾ ആ വോട്ടിംഗ് ബൂത്തിൽ പോയി നമ്മൾ വോട്ട് ചെയ്യുമ്പോഴും ഇതാരും കാണാൻ ഒരു മറയുണ്ട് അവിടെ, അതിൻ്റെ ഇടയിൽ പോയാണ് അടയാളപ്പെടുത്തി അല്ലെങ്കിൽ മെഷീനിൽ വിരൽ അമർത്തി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു വിലപ്പെട്ട അവകാശമാണ് ഒരു പൗരൻ്റെ. ആ ഒരു ഇത് പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭരണഘടന നന്നായി മനസ്സിലാക്കി സ്വാതന്ത്ര്യ സമര സേനാനിയും പത്മശ്രീ ജേതാവും ഗാന്ധിയനുമൊക്കെ ആയിട്ടുള്ള VP അപ്പുക്കുട്ട പൊതുവാൾക്ക് വർഷങ്ങളുടെ അനുഭവ കരുത്തുണ്ട് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഒട്ടേറെ ഓർമ്മകളാണ് അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ നേതാക്കളുമായി അടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞതും അവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒക്കെ ഒരു വലിയ ഓർമ്മയും കരുത്തുമൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോഴും നയിക്കുന്നത്. തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ സമ്മതിദാന അവകാശം തീർച്ചയായും വിനിയോഗിക്കുകയും ചെയ്യും. എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ കൂടി അദ്ദേഹം ഒരുങ്ങുകയാണ്. തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി എത്രത്തോളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം ജയരാജ് വടവത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി. മണ്ഡലത്തിൽ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് വോട്ടഭ്യർത്ഥന. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ചെറുകുന്ന്, കോവപ്പുറം, ചൈനാക്കളെ റോഡ്, കെ കണ്ണപുരം, കല്യാശ്ശേരി, പറപ്പുൽ, കുഞ്ഞിമതിലകം, ഏഴോം, മൂന്നാം പീടിക, കണ്ണോം, കൊട്ടില, ഏറന്തല,
പരിയാരം മെഡിക്കൽ കോളേജ്, കടന്നപ്പള്ളി, പാണപ്പുഴ, ചന്തപ്പുര, കോക്കാട് എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്കു ശേഷം രാത്രി 9:30 ഏഴോം മൂലയിൽ സമാപിച്ചു. മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത്തവണയും മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മതേതരത്വത്തെ ഇല്ലാതാക്കി ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടി പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ, ആ ബില്ല് പാർലമെന്റ് കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞ് സസ്പെൻഷൻ വാങ്ങിച്ച ഒരു പാർലമെന്റ് അംഗമാണ് കാസർഗോഡ് MP ആയ ഞാൻ. രണ്ടാമത് മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നൂറുകണക്കിന് കുക്കി ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി അവരുടെ ശവശരീരങ്ങൾ കൂമ്പാരമായി മോർച്ചറിയിൽ അടക്കാൻ പോലും കഴിയാതെ സൂക്ഷിച്ചു. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ, MK രാജൻ, MB ഉണ്ണികൃഷ്ണൻ, NG സുനിൽ പ്രകാശ്, SKP സഖറിയ, സാജിദ് മൗവൽ, K ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൾ, രാജീവൻ കപ്പച്ചേരി, നൌഷാദ് വാഴവളപ്പിൽ, സന്ദീപ് പാണപ്പുഴ, അഫ്സൽ രാമന്തളി തുടങ്ങിയവർ പ്രസംഗിച്ചു. കാസർഗോഡ് ലോക്സഭാ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി പയ്യന്നൂരിൽ അറബിയിലും ചുമരെഴുത്ത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടിയാണ് വേറിട്ട ചുമരെഴുത്ത്. തായ്നേരി, വെള്ളൂർ എന്നിവിടങ്ങളിലാണ് അറബിയിൽ പ്രവർത്തകർ ചുമരെഴുത്ത് നടത്തിയത്. പയ്യന്നൂരിലും പരിസരങ്ങളിലും ഇത്തവണ LDFും UDFും ചുമരെഴുത്ത് വ്യാപകമായി നടത്തിയിട്ടുണ്ട്. ഇതിൽ വേറിട്ട് നിൽക്കാനാണ് അറബിയിൽ ചുമരെഴുത്ത് നടത്തിയതെന്ന് UDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ A രൂപേഷ് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രചരണ ചുമതലയാണ് എനിക്കുള്ളത്. അപ്പോൾ പ്രചരണ രംഗത്ത് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പ്രത്യേകിച്ച് റമദാൻ മാസമാണ്, തായ്നേരിയും വെള്ളൂരിലും ഒക്കെ ഒരുപാട് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഒരു വ്യത്യസ്തതയുടെ ഭാഗമായിട്ടാണ് അറബിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന് എഴുതിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സർഗമംഗല കുഞ്ഞുമംഗലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പയ്യൻസ് ടുഗദർ ഗുരു ശിഷ്യ സഹപ്രവർത്തക സംഘത്തിന് കുഞ്ഞുമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ തുടക്കമായി. സംഗമം ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ചിത്രശില്പകലാ ഗ്രാമമായ കുഞ്ഞിമംഗലത്തെ പയ്യൻസ് ആർട്സ് എന്ന കലാപഠന കേന്ദ്ര സ്ഥാപകരായ KT നാരായണൻ, P പത്മനാഭൻ എന്നിവരെ ജന്മനാട് ആദരിക്കുന്നു. സർഗമംഗല കുഞ്ഞിമംഗലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് പരിപാടി. പയ്യൻസ് ടുഗദർ എന്ന പേരിൽ നടക്കുന്ന ഗുരുശിഷ്യ സഹപ്രവർത്തക സംഗമം കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്നു. സംഗമം ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. പിക്കാസോവിൻ്റെ ഈ ചിത്രങ്ങൾ അദ്ദേഹം എവിടുന്ന് എടുത്തു എന്ന് ചോദിച്ചാൽ, ഈ പൈതൃകത്തെ നിഷേധിച്ചൊരു മനുഷ്യനാണ്. പൈതൃകം എന്ന് പറയുന്നത് പൂർവികമായ നമ്മുടെ അറിവുകളുടെയും നമ്മൾ കടന്നു വന്ന വഴികളെയും അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം തൻ്റെ അച്ഛൻ തുടർന്ന് വന്ന ജോലി നിഷേധിച്ചു, അതിൽ നിന്ന് വഴിമാറി. റോഷ്നി വിനോദ് അധ്യക്ഷനായി. ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം, വിജയൻ അടക്കാടൻ, എബി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മാടായി ഏരിയ കുടുംബ സംഗമം പിലാത്തറയിൽ നടന്നു. അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU മാടായി ഏരിയ കുടുംബ സംഗമം പിലാത്തറയിൽ നടന്നു. അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് തോറ്റപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ചുടുകണ്ണീറാണ് താഴേക്ക് വന്നത്. ആ ഒരു നിമിഷത്തിൽ നമ്മൾ എടുത്തുള്ള ശപഥമാണ്. ഇനി എപ്പോഴാണോ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഇടതുപക്ഷം ജയിച്ചിരിക്കും. അതൊരു ഉഗ്രമായ ശപഥമാണ്. M അനിൽ അധ്യക്ഷത വഹിച്ചു. CM വേണുഗോപാലൻ, EP ബാലകൃഷ്ണൻ, മനോജ് കൈപ്രത്ത്, KV രാജേഷ്, M ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂരിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന MCFൽ വെച്ചാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ മത്സ്യ മാർക്കറ്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന MCFൽ വെച്ചാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വേർതിരിച്ച് കമ്പനികൾക്ക് നൽകുന്നത് ഇവിടെ വെച്ചാണ്. എത്രത്തോളം വൃത്തിയോടെയും ശ്രദ്ധയോടെയുമാണ് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ സംഭരിക്കുന്നതെന്നും അവ വേർതിരിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തുന്നതായി ഇവിടെ വെച്ച് നടന്ന ഇഫ്താർ വിരുന്ന്. കഴിഞ്ഞ വർഷം MCFൽ വെച്ച് ഓണസദ്യയും നടത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിമരുന്ന് പ്രമേയമാക്കി അവാക് കലാഗ്രൂപ്പിന്റെ നാടകം കീർത്തിചക്ര അരങ്ങിലേക്ക്. ഉമേഷ് കുമാർ കണ്ണപുരത്തിന്റെ രചനയിൽ ഹരിദാസ് ചെറുകുന്നാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. ആ ലോട്ടറി ടിക്കറ്റ് വേണമെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ തരുമായിരുന്നല്ലോ. ദേവൻ സാറ് പറഞ്ഞ് എന്താണെന്നറിയോ? ലോട്ടറി ടിക്കറ്റ് മാറിക്കിട്ടുന്ന തുക കൊണ്ട് നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരണമെന്ന്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിമരുന്നുണ്ടാക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥ അനാവരണം ചെയ്യുന്ന പ്രമേയത്തോടെ അവാക് ചെറുകുന്ന കലാഗ്രൂപ്പിന്റെ നാടകം കീർത്തിചക്ര വേദിയിലെത്തുന്നു. 2 സൈനികരുടെ കുടുംബത്തിലെ ഹൃദയബന്ധം കോർത്തിണക്കിയ സംഭവകഥ കൂടിയുള്ളതാണ് നാടകം. ഉമേഷ് കുമാർ കണ്ണപുരത്തിന്റെ രചനയിൽ മുതിർന്ന നാടക നടനും സംവിധായകനുമായ ഹരിദാസ് ചെറുകുന്നാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നാടകത്തിന്റെ റിഹേഴ്സൽ ചെറുകുന്നിൽ പുരോഗമിക്കുകയാണ്. പുഷ്പരാജൻ, മോഹൻദാസ്, കൃഷ്ണകുമാർ ഒതേമ്മാടം, ദാമോദരൻ കീഴറ, രാജൻ കാരക്കുന്ന്, അനൂപ് കണ്ണൂർ, ബാലകൃഷ്ണ, പ്രഭാകരൻ മുണ്ടേരി, ദിൽന കുന്നിരിക്കൽ, MV സുനിത, രഹന സുധീഷ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. എല്ലാവരും പ്രൊഫഷണൽ നാടകത്തിന്റെ പുറകെ പോകുന്ന ഈ കാലഘട്ടത്തിൽ അമേച്ചർ കലാസമിതികളും നാടകം അവതരിപ്പിക്കുമ്പോൾ പ്രൊഫഷണൽ നാടകത്തിന് അനുകരിച്ചിട്ട് അത് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഉമേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു പച്ചയായ ഒരു പട്ടാളക്കാരൻ്റെ 2 പട്ടാളക്കാരൻ്റെ നാടകം. അതങ്ങനെ ഇത് വായിച്ചു നോക്കിയപ്പോൾ ഒരു നല്ല നാടകമാണെന്ന് തോന്നുകയും നമ്മൾ ഈ പ്രൊഫഷണലിൻ്റെ പിന്നാലെ പോകാതെ ഈ ഒരു അമേച്ചർ നാടകം, ഈ ഒരു നാടകം, നമ്മളെ നാട്ടുകാരുടെ ഒരു നാടകം, അത് എത്രത്തോളം നമുക്ക് വിജയകരമായി അവതരിപ്പിക്കാൻ കഴിയണം എന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മളിത് കാണുന്നല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ വളരെയധികം സാഹസങ്ങൾ ഇതിൻ്റെ പിന്നാലെയുണ്ട്. മറ്റ് എല്ലാം നമ്മളിപ്പോൾ ഒരു അമേച്ചർ നാടകം പുതുതായിട്ട് ചെയ്തു വരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പുതുതായിട്ട് തന്നെ കാണുന്നതാണ്. ഇപ്പോൾ മ്യൂസിക് ആയാലും എന്തായാലും അതിൻ്റെ ഇത് മറ്റുള്ള നമുക്ക് മറ്റേ മ്യൂസിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ മ്യൂസിക് ഒന്നും എടുത്തിട്ട് ഇങ്ങോട്ടിടാനും അങ്ങനെ ഒന്നുമില്ല, സാധ്യതയില്ല. സുമേഷ് ചാല, ദീപ സംഗീത നിയന്ത്രണവും, O മോഹൻ ചമയവും, വിവേകാനന്ദ ചെറുകുന്ന് ശബ്ദവും നിർവഹിക്കുന്നു. രംഗപടമൊരുക്കിയത് ഏറൻ ബാബുവും താഹയുമാണ്. ജയരാജ് കൃഷ്ണനാണ് സഹസംവിധായകൻ. ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ ഫോർ കൾച്ചർ ചെറുകുന്ന കണ്ണപുരം മേഖലാ കൺവെൻഷനോടനുബന്ധിച്ചാണ് നാടകം അരങ്ങേറുന്നത്. ഏപ്രിൽ 6 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അവാക് കലാഗ്രൂപ്പ് ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദും കൺവെൻഷൻ ഉദ്ഘാടനം അവാക് സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ടും നിർവഹിക്കും. രാത്രി 7 മണിക്ക് കീർത്തിചക്ര നാടകം അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുളിയാത്തോടിൻ ബോംബ് സ്ഫോടനം. ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു. മരിച്ചത് കൈവേലിക്കൽ സ്വദേശി ഷെറിൻ. 3 പേർക്ക് ഗുരുതര പരിക്ക്. പരിശുദ്ധ റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കാത്ത് വിശ്വാസികൾ. റംദാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനായി എത്തിയത് നിരവധി വിശ്വാസികൾ. കടുത്ത വേനലിൽ പക്ഷികൾക്ക് ജീവജലം നൽകി പോലീസ്. പക്ഷികൾക്ക് തണ്ണീർക്കുടമൊരുക്കിയത് പയ്യന്നൂർ ഡിവൈഎസ്പി A ഉമേഷിന്റെ നേതൃത്വത്തിൽ. 5 പോലീസ് സ്റ്റേഷനിലും പദ്ധതി നടപ്പിലാക്കും. നെറ്റ്വർക്ക് ന്യൂസ് ഇംപാക്ട്. ചെറുവിച്ചേരി കണ്ടോന്താർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ പ്രവൃത്തി ആരംഭിച്ചു. 2 ആഴ്ചക്കകം പ്രവൃത്തി പൂർത്തിയാക്കാൻ തീരുമാനം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.